നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഭീമൻ എന്ന കാളയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം ഭീമൻ എന്ന അവൻ്റെ പേരാണ്. അവൻ ഭീമനാണോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാളയാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നമ്മളായിട്ട് പറയുന്നില്ല, ഇത് വലിയ സംഭവമാണെന്ന് നിങ്ങൾ കണ്ട് ഇതിന് മോഹവില പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ വില പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വേറെ ആളുടെ കണക്ക് നമ്മൾ കൊടുക്കത്തില്ലെന്ന് പറയുന്നില്ല, കൊടുക്കാനുള്ളതാണ്. അപ്പം അതിന് മേളിൽ കിട്ടിയാലേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പം അവനെ നമ്മൾ കൊടുക്കാൻ തന്നെയാണ്. അപ്പം അവൻ നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാളക്കുട്ടനുണ്ടായിരുന്നു. അവൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അവനെ അറൗണ്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് എനിക്ക് കിട്ടി. അവന് കൊടുക്കാം. മോഹവിലയ്ക്കാണ് കൊടുത്തത്. അവന് തടിക്കല്ല കൊടുത്തത്. അവർ തൃശ്ശൂരുള്ള ഒരു പാർട്ടി കൊണ്ടുപോയതാണ്. അപ്പം അതിൻ്റെ വീഡിയോ പപ്പായ വ്ളോഗ്സ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് വന്ന് ആ ഒരു ചേട്ടായി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുട്ടിയാണ് HF പശുവിൽ HF കാളയിലുണ്ടായ പശുവാണ്, കാളയാണ്. അപ്പം ആ കാളയുടെ വിശേഷങ്ങളാണ്. അപ്പം സ്ഥലമുള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ എഴുകോൺ. കൊട്ടാരക്കരയിൽ നിന്ന് 7-8 കിലോമീറ്റർ അടുത്തായിട്ടാണ്. വിജയ ആച്ചറി ഫാമാണ് ഫാമിൻ്റെ പേര്. അപ്പം വേണ്ടുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. അല്ലാതെ അവനെ ഇങ്ങനെയാണ് അതാണെന്നും പറഞ്ഞ് വിളിച്ചാൽ നമ്മൾ ആവശ്യക്കാരാണെന്ന് തോന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കത്തുള്ളൂ. തടി വിലയ്ക്ക് നമ്മൾ കൊടുക്കത്തുമില്ല. അപ്പം മോഹവിലയാണ് അവന്. അപ്പം വേണ്ടുന്നവർ മാത്രം ഡീറ്റെയിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഈ വിലയ്ക്ക് മുകളിലോട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇവനെ കൊടുക്കാനായിട്ടാണ്. നമ്മൾ ആ വേറെ ആരുടെയും കണക്ക് കൊടുക്കത്തില്ല എടുക്കത്തില്ല എന്നൊന്നുമല്ല, കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലാത്തവരെ ആർക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ കൊടുക്കുന്നതല്ല. വീഡിയോസ് അയച്ചു കൊടുക്കത്തില്ല, കാണിക്കത്തുമില്ല വേറെ ആരെയും. ആവശ്യക്കാരാണ് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ കൊടുക്കൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ എവിടെ നിന്നോളൂ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ട് പറയണം ഇവ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കാളയാണ് എന്നുള്ള ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് പറയുക എങ്ങനെ ഉണ്ട് സംഭവം, അവന് എത്രമാത്രം വലിപ്പം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പം നമുക്ക് അവനെ കാണാം. അപ്പം ഡ്രസ്സ് മാറിയിട്ട് ആ ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും പുതിയ വീഡിയോകൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ ഇത് നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം. ഇവൻ മാത്രമല്ല, നമുക്കൊരു കാളയും കൂടി ഉണ്ട്. ആ കാളയുടെ ഒരു കണ്ണൻ എന്നാണ്. അവൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവൻ ഭീമനാണ്. നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടല്ലേ, നമ്മുടെ ഭീമനെ കണ്ടല്ലോ. ആണ് നമ്മൾ പറഞ്ഞ ഭീമൻ. ഇവിടെ അമ്മ ഒറ്റയ്ക്കൊന്നും ഒരു കയ്യിലൊന്നും നിൽക്കത്തില്ല അവൻ. അതുകൊണ്ടാണ് അവനെ കെട്ടിയിട്ടേക്കുന്നത്. കണ്ടോ അപ്പം എന്തുമാത്രം വലിപ്പം ഉണ്ടെന്ന് അറിയാമല്ലേ. നോക്കുക. അപ്പം ഇവൻ്റെ വലിപ്പം കണ്ടല്ലോ. അപ്പോൾ നേരത്തെ എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കാളക്കുട്ടന്മാരുടെ 3 പേരുടെ കാര്യങ്ങൾ. അവന്മാർ എന്തുമാത്രം വലുതാവുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവൻ്റെ ഹൈറ്റ് കണ്ടല്ലോ. അപ്പം ഏകദേശം തന്നെ എൻ്റെ അത്ര ഉണ്ട്. ഇവൻ്റെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടിമാളുവിനെ ഇവൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിമാൾ പ്രസവിക്കുന്നത് ഇവൻ്റെ കുട്ടിയായിരിക്കും. അവള് ചെറുതാണല്ലോ, പക്ഷെ എൻ്റെ അടി കൂടെ പോയപ്പോൾ ഇച്ചിരി ഉള്ളായിരുന്നു അവൻ്റെ. എന്താ പറയാന്. ഇപ്പം നോക്കുക, അവൻ്റെ ഈൽഡിങ് ഒക്കെ നല്ല ഇതാണ്. അവൻ്റെ ഒരു കുട്ടി ഇപ്പം ഇറങ്ങി. അപ്പം അവൻ്റെ വീഡിയോ നമ്മൾ ഇട്ടില്ല, കുഴപ്പമില്ല. കുട്ടിമാളവിൻ്റെ നമ്മൾക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ HF കൂടി ചേർന്ന് വന്നപ്പം HF കാള വരാതെ കണ്ട് ജേഴ്സി കളറിലാണ് വന്നേക്കുന്നത്. അപ്പം ഈ കളർ നിങ്ങൾ ആ ഷോർട്ട് വീഡിയോയിലുള്ള ഇത് നോക്കുക, ഒരേ കാളയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കള്ളത്തരമൊന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇവനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ആരും കൊടുക്കാത്തതൊന്നുമില്ല, നമ്മൾ കൊടുക്കുന്നതായിരിക്കും.
വിലകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വന്ന് കണ്ട് നമുക്ക് ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. നമ്മൾ കോടികൾ ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പലരും ഇത് കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് കണക്കൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ തന്നെ.